ഹലോ ഫ്രണ്ട്സ്, ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രിഞ്ചാൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല 3 ഡിഷസ് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ബ്രിഞ്ചാൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പൊട്ടറ്റോ ഒക്കെ പോലെ പെട്ടെന്ന് അങ്ങോട്ട് കറുത്ത് പോകും. അപ്പോൾ ഇതുപോലെ നമ്മൾ റെഡിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. ഇനി പാൻ ചൂടായിട്ട് വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഒന്നിട്ട് കൊടുക്കാം. അപ്പോൾ ആ കറിക്കാകെ നല്ലൊരു സ്മെല്ലൊക്കെ, നല്ല ഗുണവും മണമൊക്കെ കിട്ടും. ഇതുപോലെ കറിവേപ്പില നേരത്തെ തന്നെ ഒന്ന് വാട്ടിയെടുക്കുകയാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് ആയിക്കഴിഞ്ഞതിന് ശേഷം അതുപോലെ സവാള ചേർത്ത് കൊടുക്കാം. ഇനി സവാളയും കൂടി ചേർത്ത് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് പാനിൽ ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് മുരിഞ്ഞ് കിട്ടും. ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് മിക്സിയുടെ ജാറിലേക്ക് 1-2 ഐറ്റം ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കണം. ഇത് കാട്ടിയില്ലേ, നമ്മളിങ്ങനെ ചിപ്സിൻ്റെ വാങ്ങുന്ന കൂട്ടത്തിൽ വാങ്ങുന്ന മധുരമില്ലാത്ത കടലപ്പൊടി വെച്ചിട്ട് ചെയ്യുന്ന മിക്കവാറും എല്ലാവർക്കും അറിയാമല്ലോ. ആ കാട്ടിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് ഞാൻ ചെറിയ പീസ് പുളി, അതുപോലെ കുറച്ച് കറിവേപ്പില, 2-3 വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചതച്ച മുളക്, പെരിഞ്ജീരകം മുഴുവനായിട്ടുള്ളത്, ഈ ഒരു കോമ്പിനേഷൻ ചെയ്ത് കൊടുക്കുക. ഇനി കാട്ടിയൊക്കെ പകരം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്ന വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീനട്ടാണ് കേട്ടോ. പീനട്ട് ചേർത്ത് ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതൊന്നും മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ കാട്ടിയൊക്കെ വാങ്ങുന്ന സമയത്ത് അത് കുട്ടികളൊക്കെ കഴിച്ച് ബാക്കി തണുത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വെറുതെ വേസ്റ്റിൽ കളയാതെ നമുക്ക് ഇതുപോലെ നല്ല റെസിപ്പി ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ തണുത്ത് പോയില്ലെങ്കിലും അത് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം. ആരും കഴിക്കാത്ത ഒരു സ്റ്റേജൊക്കെ ആയിക്കഴിഞ്ഞാൽ അതെടുത്ത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. നമുക്ക് നല്ല കടലപ്പൊടി തന്നെയാണല്ലോ, അപ്പോൾ കറികളിലൊക്കെ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോയും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി ഒന്ന് വഴന്ന് വന്നപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ ഇത് ചെയ്തെടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ വഴുതനങ്ങ വാടി ഒരുപാട് പെട്ടെന്ന് അങ്ങോട്ട് കുഴഞ്ഞു പോകും. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റീലിൻ്റെ പാനൊക്കെ ചെയ്യുമ്പോൾ ചുവടി കട്ടിയുള്ളതാണെങ്കിലും നമ്മൾ ഈ മരത്തവി ഒക്കെ വെച്ച് റെഡിയാക്കിയാൽ അത്ര അങ്ങോട്ട് ശരിയാവില്ല. അതുപോലെ സ്റ്റീലിൻ്റെ സ്പാച്ചിലൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്, പെട്ടെന്ന് ഇളകി കിട്ടും. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം കേട്ടോ. കരിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കറിക്കാകെ ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് കുറച്ച് ഡ്രൈ ആയിട്ട് എടുക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. ഒരുപാട് ഗ്രേവിയിലും അങ്ങനെ ഒരു കറി ആയിട്ട് എടുക്കുന്ന ഐറ്റം അല്ല. ഇനി ഇത് ചേർത്തതിന് ശേഷം ഇതും കൂടി നന്നായിട്ടൊന്ന് ഈ വഴുതനങ്ങയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓയിൽ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് പാകത്തിന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ കറി. 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത മസാലകളെല്ലാം കൂടി ഒന്ന് കമ്പൈനായി കിട്ടും. ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കറക്റ്റാണെന്ന് നോക്കുക. പിന്നെ നമ്മൾ ടൊമാറ്റോ ഒക്കെ ചേർക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ചെറിയ പുളി ഉണ്ടാവുമല്ലോ, പിന്നെ നമ്മൾ ചെറിയൊരു പീസ് പുളിയും കൂടി ചേർത്തിട്ടുണ്ട്. ചോറിനും ചപ്പാത്തിക്ക് കഴിക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ. അതുപോലെ തന്നെ ബ്രെഡ് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സമൂലി അല്ലെങ്കിൽ ബ്രെഡ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. പിന്നെ നാടൻ കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് കറിവേപ്പിലയും ലാസ്റ്റ് കുറച്ച് വേണമെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുക്കുക, അടച്ച് വയ്ക്കുക. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബ്രിഞ്ചാളിൻ്റെ നല്ല കുഴഞ്ഞിരിക്കുന്ന റെസിപ്പി
ബ്രിഞ്ചാളൊന്നും വെറുതെ കഴിക്കാൻ ഇഷ്ടമല്ലാത്ത, വെറുതെ അല്ല, നമ്മൾ ഏത് റെസിപ്പി ചെയ്താലും കഴിക്കാത്തവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനതുപോലെ പാൻ ചൂടാക്കിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുന്ന പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുക്, 2-3 ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഇതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ഒരു ചെറിയ പീസ് ക്യാരറ്റും അതുപോലെ ഇത്തിരി സവാളയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. അതും ഒന്ന് വാടിയൊക്കെ വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. സവാള ഇത്തിരി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. പച്ചമുളകും ടൊമാറ്റോയും ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ ബ്രിഞ്ചാൾ ഇതുപോലെ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചതിൽ എടുത്തത് അതും കൂടി ചേർത്ത് കൊടുക്കുക. ലഞ്ച് കൊണ്ടുപോകുന്ന കുട്ടികൾക്കും വലിയവർക്കൊക്കെ ചോറിന് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറ് കഴിക്കാൻ വേറെ കറികളൊന്നും ആവശ്യം വരില്ല. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരല്പം മഞ്ഞൾപ്പൊടി. വേറെ മസാലകളൊന്നും നമ്മളിതിൽ കൂടുതലായിട്ട് ചേർക്കണില്ല. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് വഴണ്ട് വരട്ടെ. ബ്രിഞ്ചാളിൻ്റെ ഐറ്റംസൊക്കെ ചെയ്യുമ്പോൾ ബ്രിഞ്ചാൾ ഇതുപോലെ എണ്ണയിൽ കിടന്ന് ഒന്ന് വഴന്ന്, എന്നാൽ അലിഞ്ഞു പോവുകയും ചെയ്യരുത്. ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇത്തിരി തൈരും അതുപോലെ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തൈരിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട്. ഇനി തീ കുറച്ചൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് തിക്കായി പോവും. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് റെഡിയാക്കി എടുക്കുക. ഒരിത്തിരി ഉലുവാപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇതും അങ്ങനെ ഒരുപാട് ലൂസായിട്ട് എടുക്കുന്ന ഒരു കറിയല്ല, എന്നാൽ ചെറിയൊരു കറി, ഒരു ഗ്രേവി വേണം താനും. അപ്പോൾ ഇങ്ങനെ അരിപ്പൊടിയൊക്കെ നമ്മൾ തൈരിൽ ചേർക്കണ സമയത്ത് നല്ലൊരു തിക്നെസ് കിട്ടും. കാണാൻ നല്ല ഭംഗിയായിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ലാസ്റ്റ് ഒരു 2-3 തരി പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താൽ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് വരും. അപ്പോൾ വേറൊരു സ്പെഷ്യൽ ടേസ്റ്റും കിട്ടും. 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. ഇനിയിപ്പോൾ താളിച്ചൊഴിക്കലൊന്നും നിർബന്ധമില്ല, എങ്കിലും കറിവേപ്പില, ഉണക്കമുളകും ഇതുപോലെ ഒന്ന് താളിച്ച് ചേർത്ത് ഒന്ന് അടച്ച് വെച്ചെടുക്കുകയാണെങ്കിൽ നല്ല സ്മെല്ല് കിട്ടും കറിക്ക്. പിന്നെ കാണാനും നല്ലൊരു ഭംഗിയൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ കറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പടം വറുത്തതാണ് കേട്ടോ. വേറെ ഒരു കറിയും ഇതിൻ്റെ സൈഡിൽ ആവശ്യമില്ല. പപ്പടം വറുത്തത് കൂട്ടി ചേർത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് കൊണ്ടുപോകുന്നവരാണെങ്കിലും വലിയവരൊക്കെ ആണെങ്കിലും പപ്പടമൊക്കെ ചെറിയൊരു കണ്ടെയ്നറിലാക്കി വറുത്തുകൊണ്ട് പോയിട്ട് ഇതുപോലെ ഈ കറി കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇതും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഉലുവാപ്പൊടി, ജീരകത്തിൻ്റെ പൊടി, ചെറിയ ജീരകം, പിന്നെ കുറച്ച് കടുക് ചതച്ചത് അതുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ കടുക് മാത്രമാണ് വറുക്കാത്തതുള്ളൂ. മറ്റേത് രണ്ടും ഞാൻ വറുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് 3 കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും അതുപോലെ പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ഇനി ഓയിൽ ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. 2-3 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് ഇതെല്ലാം. പെട്ടെന്ന് റെഡിയാകും.
ഇനി അതൊന്ന് മുരിഞ്ഞ് വരണ ആ ഒരു ടൈമിൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ബ്രിഞ്ചാൾ ഞാൻ ഇതുപോലെ ക്യൂബ്സാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് തന്നെയാണ്. അതും ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം കൂട്ടി വെക്കാം കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇതങ്ങോട്ട് അലന്നു പോകും. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതുപോലെ നല്ല കോട്ടിങ്ങുള്ള പാനിലൊക്കെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് മുരിഞ്ഞ് കിട്ടും. ഫ്ലെയിം കൂട്ടി വെച്ചാൽ മതി. അപ്പോൾ അത് ഇത്ര ആയപ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ, നമ്മൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം, കോൺഫ്ലവറാണ്. ഈ കോൺഫ്ലവറും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നല്ല കിലുങ്ങുന്നൊരു സൗണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലിത്ര കേൾക്കണ്ടോയെന്ന് എനിക്കറിയില്ല. നന്നായിട്ട് മുരിഞ്ഞ് ആ കോൺഫ്ലവറും ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടും. ഇനി കുറച്ച് കുരുമുളകിൻ്റെ പൊടി, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടി. കായം അങ്ങനെ കട്ട പിടിച്ചിരുന്നിട്ട് ഇളകി പോരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കുക. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അപ്പോൾ കുറച്ചും കൂടി പൊടി വേണം എന്ന് എനിക്ക് തോന്നി. ഞാൻ കുറച്ചും കൂടി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 കപ്പൊക്കെ വിനീഗർ ചേർത്തിട്ടുണ്ട്. അത്രയും ക്വാണ്ടിറ്റിയിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് തിള വന്നതിന് ശേഷം ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. കുറച്ചുകൂടി ഉപ്പ് വേണം. കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പാനി. എന്താണ്ടോ, ഇത്ര മതി. ശർക്കര കൂടി ചേർത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തൊടുകറി, ബ്രിഞ്ചാളിൻ്റെ ഒരു പിക്കിളാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുണ്ടാക്കി ഒരു ദിവസത്തിനുള്ളിൽ തന്നെ സംഭവം തീർന്നും പോയിട്ടുണ്ടായിരുന്നു. ഉപ്പ് കറക്റ്റാണെന്ന് നോക്കുക. ഉപ്പും പുളിയും മധുരവും എല്ലാം കൂടി ചേർന്ന് വരുന്ന ഇതും കുട്ടികൾ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് കാണിച്ച 3 ഐറ്റംസും നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പീസാണ്. ചോറിനൊക്കെ സൈഡായിട്ട് കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്കിതുപോലെ ഉണ്ടാക്കി വെച്ചാൽ കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പിക്കിൾ വേറൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. 3 റെസിപ്പീസും നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.